നമസ്കാരമുണ്ട് എല്ലാവർക്കും. സുധാ മഴമേഘമാണ്. നമുക്ക് ഇന്ന് നല്ല മുരിങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇലകളൊന്നും കേടൊന്നും ഇല്ലാത്ത നല്ല മുരിങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തണുപ്പ് കാലമാണ്, മഴയും വെയിലും എല്ലാം മാറി മാറി വരുന്ന സമയമാണ്. അപ്പോൾ തലയിൽ നീര് വരും, നീരുകെട്ടൊക്കെ ഉണ്ടാവും, ജലദോഷം, കഫക്കെട്ട്, ചെറിയ കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്നവർക്ക് കാറ്റ് കൊണ്ടിട്ടുള്ള കഫക്കെട്ടും എല്ലാം വരും. പിന്നെ മേലും കൈ വേദനയും ഉണ്ടാവും പല ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് മുരിങ്ങ കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഇന്ന് ഉണ്ടാക്കാം. എന്താണറിയോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? മുരിങ്ങ ഇല സൂപ്പാണ്. മുരിങ്ങ ഇല സൂപ്പാണ്. അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരൽപ്പം വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ചതച്ച ആ വറമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കുരുമുളക് പൊടി, ഇനി ഒരൽപ്പം ജീരകപ്പൊടി, പ്രധാനമായും മഞ്ഞൾപ്പൊടി, കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയില സൂപ്പിനുള്ള ഈ മസാലക്കൂട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇത് നമ്മൾ ഈ കല്ലിലാണല്ലോ ചതച്ചത്. അപ്പോൾ അതിൽ സത്തൊന്നും കളയാതിരിക്കാൻ അതിൽ നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചത് ഓർമ്മയില്ലേ? ആ വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള കുറച്ചുകൂടെ വെള്ളം ഇതിന് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇനി ഈ സൂപ്പിനുള്ള മസാലക്കൂട്ട് ആ ഉപ്പും കൂടെ ഒന്ന് ലയിച്ച് വരുന്നത് വരെ ഒന്നിങ്ങനെ ഇരുന്നോട്ടെ. ചെറുതായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുരിങ്ങൻ്റെ ഇലയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മുരിങ്ങയില സൂപ്പിന് ആവശ്യമുള്ള സത്ത് മൊത്തം ദാ അവിടെ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുരിങ്ങയുടെ ഇല കുറച്ച്, ഒരുപാടും പാടില്ല, ആവശ്യത്തിനുള്ള മുരിങ്ങ ഇല ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മറിക്കാം. മതിയാവും. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സൂപ്പ് സെറ്റായി എന്ന വിശ്വാസത്തോടെ നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സൂപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ മുരിങ്ങ ഇലയുടെ പച്ച കളറ് മാറാൻ പാടില്ല. അത്രയും സമയം നമ്മൾ അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾക്ക് ആ ചൂടോടെ ഉപയോഗിക്കാം. അപ്പം നമ്മൾക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാലോ? കണ്ടില്ലേ, ആ മുരിങ്ങയുടെ ആ പച്ച നിറത്തിലുള്ള ആ ഫുൾ സത്തും അതിലുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയതിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചെറിയ കുട്ടികൾക്കോ പ്രായമുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പം ഞാനും ഇത് ചൂടോടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.